بسم الله والحمد لله والصلاة والسلام على رسول الله محمد بن عبد الله وعلى آله وأصحابه الفائزين برضا الله أما بعد. قال الله عز وجل في محكمه التنزيل: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. وقال النبي صلى الله عليه وسلم: من يرد الله به خيرا يفقهه في الدين، أو كما قال عليه الصلاة والسلام: تعلم فليس المرء يولد عالما وليس أخو علم كمن هو جاهل. പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അറിവിന്റെ സുപ്രധാന കേന്ദ്രത്തിലാണ്, മഹനീയ സദസ്സിലാണ് നാം നിലകൊള്ളുന്നത്. ഈ വൈകിയ വേളയിൽ നാം മനസ്സിലാക്കേണ്ടത് ദാറുൽ ഉലൂം ഐനുൽ ഹുദയുടെ 18ാമത് വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, മനസ്സിലാക്കി തന്ന മഹനീയമായ സ്ഥാനം നൽകിയ പണ്ഡിതന്മാരുടെ ആ ശ്രേണിയിലേക്ക് ദാറുൽ ഉലൂം ഐനുൽ ഹുദയുടെ 9 പൊൻതൂവലുകളെ തുന്നിച്ചേർക്കപ്പെടാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അറിവിലും അവരുടെ ജീവിതത്തിലും എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതിന് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കിയ, സജ്ജമാക്കിയ മദ്രസയുടെ നിസ്വാർത്ഥ സേവകരായ, നിഷ്കളങ്കരായ മഹനീയ വ്യക്തിത്വങ്ങൾ, മദ്രസയുടെ കാരണവന്മാർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായിരിക്കുന്ന വിഷയം ഈ സദസ്സിന് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ സദസ്സിന് അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന നമ്മുടെ മുദർരിസ് മുഫ്തി നസീം ഉസ്താദ് അവർകളെയാണ്. അതുപോലെ സദസ്സിൽ ഖിറാഅത്ത് ചെയ്ത വിദ്യാർത്ഥി ഫായിസിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശേഷം സ്വാഗതഗാനം ആലപിച്ച ദാറുൽ ഉലൂം ഐനുൽ ഹുദയുടെ ഉബൈദി പട്ടം കരസ്ഥമാക്കിക്കൊണ്ട് ഈ വർഷം ഫാരിഗാകുന്ന മൗലവി ഹാഫിൽ യാസിൻ അൽ ഉബൈദിയെയും കൂടി ഈ സദസ്സിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ ഈ സെക്ഷനിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ഏറ്റെടുത്തിട്ടുള്ള, ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ള ഹാഫിസ് അനസ് മൗലവി ഉബൈദി, ഖത്തീബ് കൊണ്ടോട്ടി ഖുബ മസ്ജിദ്, അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ശേഷം ആശംസ പ്രസംഗത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഹാഫിസ് സഫ്വാൻ ഉബൈദി,
അവരുകളെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടുകൂടി തന്നെ ശ്രോതാക്കളായ എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഈ സദസ്സിലേക്ക് പ്രത്യേകമായി എൻ്റെ ഭാഗത്തു നിന്നും ഐനുൽ ഹുദയുടെ ഭാഗത്തു നിന്നും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഞാൻ കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സദസ്സിനെ എല്ലാം കൊണ്ടും എല്ലാ നിലക്കും ഖൈറായ നല്ല ഉപകാരപ്രദമായ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന സദസ്സാക്കി മാറ്റുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.